ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സിനിമാ കുട്ടികളിലേക്ക് സ്വാഗതം. സുമതി വളവ് സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. അർജുൻ അശോകൻ നായകനായി ചെയ്യുന്നതാണ്. വിഷ്ണു ശശി ശങ്കറാണ് സംവിധാനം. അപ്പൊ എന്തായാലും സുമതി വളവിനെ പറ്റി അറിയാത്തവരാരും എന്തായാലും കേരളത്തിൽ കാണൂല. അപ്പൊ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. സിനിമയിൽ എങ്ങനെയാണ് സംഭവങ്ങൾ കാണിക്കുക എന്നത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. അപ്പൊ എന്തായാലും അതിന്റെ ടീസർ വന്നിട്ടുണ്ട്. നമുക്ക് ടീസർ റിയാക്ഷനിലേക്ക് പോവാം. എനിക്ക് ഈ സിനിമയുടെ ഒന്നും പറയാൻ പാടില്ല. എനിക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ആഗ്രഹമാണല്ലോ, പക്ഷെ നടക്കില്ല. അവനല്ല, ഇതിനൊക്കെ കാരണം അവളാ. സുമതി ചത്ത സുമതിയെ വിളിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ടീസർ ഗംഭീരം. മാളികപ്പുറത്തിന്റെ ഡയറക്ടർ പുള്ളിയാണ്. നോക്കിയില്ല. അഭിലാഷ് പിള്ളയുടെ പേരാണ് പുള്ളിയാണ് മെയിനായിട്ട്. ഇന്റർവ്യൂനൊക്കെയാണ് പുള്ളിയായിരിക്കും കൂടുതൽ നോക്കിയാണ്. നൈസായിട്ടും തുടങ്ങി അടിപൊളിയാണ്. അതെ, അവസാനം ആയപ്പോഴത്തേനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. മ്യൂസിക്കും കിട്ടില്ല. അതെ അതെ, ഇത് പടം കൂട്ട് തന്നെയാണ്. പടം തുടങ്ങുന്ന അവന്റെ നോക്കുന്ന കുറച്ച് എനിക്കും അത് കണ്ടുപിടിക്കാനുള്ള സെറ്റപ്പ് ആണ് തുടക്കം. പിന്നെ ഗോകുലുണ്ട് നേരത്തെ ശരിക്കും കണ്ടുപോയി. നൈസായിട്ടൊന്ന് കണ്ടത് പെട്ടെന്ന് പോയി. നമ്മള് സൂം ചെയ്തിട്ട് വാലുവറീസിനെ പുള്ളി ഇഷ്ടമാണ്. അതെ, പിന്നെ സിദ്ധാർത്ഥ ഭാരതം പിന്നെ ഇപ്പൊ എല്ലാത്തിലും ഞെട്ടിക്കൊണ്ടിരിക്കുക. രണ്ടും കഴിവുള്ളായിരുന്നു. കുറെ നാൾ വർഷം ഇല്ല. ഒരു ബ്രഹ്മയുഗത്തിന് ശേഷം ഒരു നല്ലൊരു മുന്നേ ചെയ്ത ബസോക്കെയായിരുന്നു പുള്ളി പറഞ്ഞായിരുന്നു ചെയ്തത്. സിദ്ധാർത്ഥ ഭാരതൻ അതല്ല ഞാൻ പറഞ്ഞ ഈ ഹൊറർ സിനിമയുടെ കാര്യം. ബ്രഹ്മയുഗം കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞില്ല. ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നും ഹിറ്റായിട്ടില്ല, ഇറങ്ങി കാണത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇച്ചിരി കോമഡി സെറ്റപ്പിലൊക്കെ മറ്റേ പടം ഇറങ്ങില്ലായിരുന്നോ നമ്മുടെ ഐശ്വര്യലക്ഷ്മിയുടെ മറ്റേ ഹലോ മമ്മി. അത് അത്യാവശ്യം നല്ല അത്യാവശ്യം വന്നു. എനിക്ക് ഇഷ്ടമായിരുന്നു ആ പടം. നല്ല പടം. അത് കുഴപ്പമില്ല. പിന്നെ വേറൊന്നും ഇറങ്ങി. ഇത് അതിന് കുറെ കാലം മുന്നേ ആകാശാന്റെ ടൂ ഇറങ്ങി. ഓർമ്മിപ്പിക്കല്ലേ. അല്ല, ഇപ്പം ഈ പടം അനൗൺസ് ചെയ്തപ്പോ തന്നെ ഭയങ്കര ഹൈപ്പായിരുന്നു. പിന്നെ ഇതിനെ കുറിച്ച് ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. ഇപ്പൊ പുറത്തും സഡൻലി ഈ ടീച്ചർ ഇറക്കി പിന്നെ ഹൈപ്പിലോട്ടാവും. അതിനെക്കുറിച്ച് കേൾക്കാതെ ആരാ ഉള്ളത്? എല്ലാരും കേൾക്കും. അതെ, വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മലയാളത്തിൽ നിന്നും ഒരു നല്ല ഹൊറർ മൂവി വീണ്ടും ഇതിലൂടെ സംഭവിക്കട്ടെ. കോമഡി അതെ ചേർത്ത് വരട്ടെ. കോമഡി ലൈറ്റായിട്ടില്ല കാണത്തുള്ളായിരിക്കും. കുറച്ച് കഴിയുമ്പത്തിന് പിന്നെ സീരിയസ് ആവുന്നുണ്ടോ? സീരിയസ് അതാണ് തുടക്കം. കുറച്ച് കോമഡി ഒക്കെ ആയിരിക്കും. പിന്നെ പ്രേതം വന്നു കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും നമുക്ക്. അല്ല, പടം എടുത്ത് കോമഡി ആവാതിരിക്കണം. ആ കോമഡി എല്ലാം പറയുന്നത്. പിന്നെ മാളികപ്പുറത്തിലെ കല്ലും വില്ലും മറ്റേ എല്ലാം ഉണ്ട്. ഇന്റർവ്യൂ എന്റെ പേര് വന്നത് നിങ്ങളെ ഇന്റർവ്യൂ അതെ എന്റെ പേര് വന്നത്. എന്തായാലും ടീച്ചർ ഇഷ്ടപ്പെട്ടു. ബാക്കി പുറകെ വരുന്ന ട്രെയിലറൊക്കെ വരാനുണ്ടോ പറയുന്നത്. അപ്പൊ എന്തായാലും ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് വരുമ്പോ നമുക്ക് വീണ്ടും കാണാം. എന്തായാലും പടം നല്ലൊരു ഹിറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയുമായി സിനിമാ കുട്ടിയിൽ വീണ്ടും കാണാം. ഇതായിരിക്കും ബൈ.